ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പഴംപൊരിയാണേ. ഇത് സാധാരണ പഴംപൊരി അല്ല കേട്ടോ. ഈ പഴംപൊരി കുടിക്കാൻ പറ്റുന്നതാണ്. അതെ, ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊന്നും നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റി വെറൈറ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു 2-3 ടൈപ്പ് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം വേണ്ടത് ഇതുപോലെ നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് പീസാക്കി വെച്ചതാണ്. നേന്ത്രപ്പഴം എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ കയ്യിലുള്ളതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ണിമത്തൻ്റെ ചെറിയ കഷ്ണം ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണേ. ഇനി ഞാൻ കുറച്ച് പച്ചമുന്തിരി ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാനിവിടെ ഒരു മൂവാണ്ടൻ മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാടൻ മാങ്ങ കിട്ടാനുള്ളവർ അത് തന്നെ എടുക്കുക കേട്ടോ. അതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് തരുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറി വളരെ കുഞ്ഞു പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്താലും മതി കേട്ടോ. എനിക്ക് ടൂട്ടി ഫ്രൂട്ടി തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് പകരം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 ഏലക്കായയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കടലയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുത്ത നിലക്കടല തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് പാലാണേ. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് ഉപയോഗിക്കണേ. പിന്നെ മധുരത്തിന് ആവശ്യമായ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്ത് വെക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. നമ്മുടെ ഡ്രിങ്കിന് ഈ പേര് വരാൻ തന്നെ കാരണം ഇയാളാണ്. പൊരിയാണ് കേട്ടോ ഇത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി അകത്തെത്തിക്കാനുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണ് നമ്മുടെ ഈ ഡ്രിങ്ക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മുടെ തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തണുത്ത പാലായത് കാരണം പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര മുഴുവൻ അതിൽ മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറി അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കട്ടിക്ക് അനുസരിച്ചിട്ട് ഒരു 1/4 മുതൽ 1/2 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഇത് വെറും പാലിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി ചേർക്കാനുള്ളത് നമ്മുടെ പൊരിയാണേ. പൊരി നമ്മൾ സെർവ് ചെയ്യാനുള്ള ടൈമിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേ മുമ്പേ ചേർത്ത് വെച്ചാൽ പൊരി ആകെ തണുത്ത് പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള പൊരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഡ്രിങ്ക് ഇവിടെ റെഡിയാണേ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. പാലും ഫ്രൂട്ട്സും എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാൻ ഇതിന് കഴിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.